ഏതൊരളവിൽ നൈറ്റി തയ്ക്കാനുള്ള മെഷർമെൻറ്റ് ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എസ്, സ്മോൾ, മീഡിയം, എം, എൽ ഉണ്ടോ, ലാർജ്, XL, XXL, XXL, 4XL, 5XL. മേലെ കണ്ടോ ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ്, വേസ്റ്റ്, നെക്ക് വിഡ്ത്ത്, ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത്, ബാക്ക് നെക്ക് ഡെപ്ത്ത്. ഇനി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉള്ള ചെസ്റ്റ് റൗണ്ട് 28 തൊട്ട് 31 വരെയുള്ള ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് സ്മോൾ എടുക്കാം. അതുപോലെ തന്നെ 32 തൊട്ട് 35 വരെയുള്ളവർക്ക് മീഡിയം എടുക്കാം. 36 തൊട്ട് 38 ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് ലാർജ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 39 തൊട്ടിട്ട് 41 വരെയുള്ള ചെസ്റ്റ് റൗണ്ട് ഉള്ളവർക്ക് അങ്ങനെ ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്നും എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ ചെസ്റ്റ് റൗണ്ട് എത്രയുണ്ടോ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്മോൾ ആണോ മീഡിയം ആണോ ലാർജ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. കണ്ടോ നോക്കിക്കേ. അപ്പോൾ 5XL വരെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ്, വേസ്റ്റ്, നെക്ക് വിഡ്ത്ത്, ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത്, ബാക്ക് നെക്ക് ഡെപ്ത്ത്. പിന്നെ ലാസ്റ്റ് ചെയ്തത് ചെസ്റ്റിൻ്റെ റൗണ്ടാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ കൈ പിടിച്ചിരിക്കുന്ന അവിടെ ചെസ്റ്റിൻ്റെ റൗണ്ട്. ഇതാണ് നൈറ്റിയുടെ ചാർട്ട്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ അളവുകളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ എക്സലിൻ്റെ അളവ് വെച്ചിട്ടാണെന്ന് കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. എക്സൽ ഏതാണ് നമ്മളുടെ അളവ്. അപ്പം നമ്മുടെ നെഞ്ചിൻ്റെ റൗണ്ട് നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ തുണി. ഇപ്പം തുണി ഇതുപോലെ മടക്കി വയ്ക്കുക. അപ്പം നമ്മുടെ നെഞ്ചിൻ്റെ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് നെഞ്ചിൻ്റെ റൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റില്ലേ, ബ്രസ്റ്റിൻ്റെ കറക്റ്റ് റൗണ്ട് എടുത്താലും മതി. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ലൂസും കൊടുക്കാണ്ട് ടൈറ്റും കൊടുക്കാണ്ട് എടുക്കുക. അപ്പം ഞാനിതിൽ എടുക്കുന്ന ഏതാണ്? എക്സലിൻ്റെ അളവിലാണ്. അപ്പോൾ ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് 12, വേസ്റ്റ് 11. അതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ. അത് തന്നെയാണ് ഞാൻ ഇതിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ടേപ്പ് എടുക്കുക. നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ കറക്റ്റ് റൗണ്ട് ടേപ്പ് വയ്ക്കുക. ലൂസും കൊടുക്കരുത് ടൈറ്റും കൊടുക്കരുത്. എന്നിട്ട് എത്ര വരുന്നോ അത് ഈ ചാർട്ടിൽ നോക്കിയാൽ മതി. അപ്പോൾ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തുണി മടക്കുന്ന എല്ലാം കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ. അപ്പോൾ എല്ലാ അളവുകാർക്കും ഈ ഒരു ചാർട്ട് എടുത്തു വെച്ചാൽ ചെയ്യാൻ പറ്റും. ആം ഹോൾ കണ്ടോ 7 ഇഞ്ച് ആം ഹോൾ എടുത്തു. ഷോൾഡർ എവിടെ എൻഡ് ചെയ്യുന്നോ അവിടെ നിന്നും ടേപ്പ് താഴോട്ട് വെച്ചിട്ട് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെസ്റ്റ്. നമ്മൾ ആ ഒരു മേലെ എഴുതിയിട്ടുണ്ടല്ലോ അതേ ഇതിൽ തന്നെ പോവാം. ചെസ്റ്റ് എടുക്കാനായിട്ട് തുണിയുടെ ഈ തുമ്പിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ അവിടെ വരയില്ല, അതിൽ കൂടെ ടേപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ 12 ഇഞ്ച് വരുന്നത് എവിടെ വരുന്നോ അവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത്. അതായത് ആം ഹോളിൻ്റെ ലൈനിൽ കൂടെ വേണം. പക്ഷേ തുണിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് വേസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് എവിടെയാണ് ബോഡിയിലെ വേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ തുണിയിൽ നമ്മൾ മേളിൽ നിന്നും ഒരു 14 ഇഞ്ച്, എല്ലാവർക്കും 14 അല്ലെങ്കിൽ 13 മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 14 മാർക്ക് ചെയ്തതിൻ്റെ വണ്ണം 12 ഇഞ്ച് തന്നെ ഞാൻ എടുക്കാം കേട്ടോ. വയറുള്ളവർക്ക് നമുക്ക് ചെസ്റ്റും വെച്ച് സെയിം കൊടുക്കാം. സ്ലിം ആയിട്ടുള്ളവർക്കാണെങ്കിൽ 1 ഇഞ്ച് കുറയ്ക്കാം. പുറത്ത് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ചെസ്റ്റും വെച്ച് സെയിം എടുത്താൽ മതി. എന്നിട്ട് ആം ഹോളും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്തു. ഇങ്ങനെ ലൈനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. ഇതൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ശേഷം നമുക്കിതൊന്ന് 1.5 ഇഞ്ച് നോക്കിക്കാൻ ഞാൻ കാണിച്ചു തരാം. അതായത് ആ കൈക്കുഴിയുടെ എൽ ഷേപ്പില്ലേ അവിടെ നമുക്കിങ്ങനെ ഒരു 1.5 ഇഞ്ച്, എല്ലാവർക്കും 1.5 ഇഞ്ച്, ഏത് അളവുകാർക്കും 1.5 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ആം ഹോളിൻ്റെ നീളം എത്രയാണ്? 7. അപ്പോൾ 7ൻ്റെ പകുതി 3.5. അപ്പോൾ 3.5യുടെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ടേപ്പ് വരച്ച് ആ ഒരു 1.5 നമ്മൾ വരച്ചില്ലേ അതിലേക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു കർവ് കിട്ടും. അപ്പോൾ നൈറ്റിയുടെ എല്ലാ അളവുകളും നമുക്ക് ഈ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ നിന്ന് തുണിയുടെ സൈഡിലോട്ട് നമ്മൾ ചരിച്ചെടുക്കുക. അപ്പോൾ നൈറ്റിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റി തുണിയുടെ ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കും. അതായത് പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടി തയ്ക്കുമ്പോൾ വേണമെങ്കിൽ നൈറ്റിയുടെ ലെങ്ത്ത് കുറയ്ക്കാം. നോക്കിയിട്ട് 1-2 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നുള്ളിലോട്ട് മടക്കിയെടുത്താലും മതി. അപ്പോൾ നോക്കിക്കേ, ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ 1.5 ഇഞ്ച് കൈക്കുഴി ഒന്ന് ഒരു കർവ് കൊടുത്തില്ലേ അതിൽ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്താൽ നമ്മളുടെ നൈറ്റി കട്ടിങ് ആയി. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. എല്ലാ അളവുകളുടെ ചാർട്ടുകളും ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായി പുറത്ത് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും എത്തട്ടെ, അതുകൊണ്ടാണ് ഷെയർ എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഇങ്ങനെയാണല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യണം. അതിനായിട്ട് കൈക്കുഴിയുടെ വണ്ണം എടുക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് താഴോട്ട് ടേപ്പ് വയ്ക്കുക കേട്ടോ. ആ ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് താഴോട്ട് നമ്മൾ ടേപ്പ് വയ്ക്കുക.
കണ്ടോളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് കൈ കട്ട് ചെയ്യാം. കൈക്ക് പിന്നെ നമുക്ക് നീളമൊന്നും അധികം കിട്ടത്തില്ലല്ലോ. ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് താഴെ ടേപ്പ് വെച്ചിട്ട് ദേ ആ ഒരു കർവിനെ അതേപോലെ നമ്മൾ എടുക്കുമ്പോൾ 10.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 10.5 നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ കൈക്കുഴിയുടെ വണ്ണമാണ് 10.5. ആ 10.5 നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ അത് നമ്മൾ അളന്ന് തന്നെ നോക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇതുപോലെ വെക്കുക. അപ്പോൾ എല്ലാവർക്കും കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവാം. നമുക്ക് നൈറ്റിക്ക് ഒന്നുമില്ലെങ്കിൽ 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ചൊക്കെ തന്നെ ഷോൾഡർ സ്ലീവ് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പം ഞാനൊരു 7 ഇഞ്ച് മേളിൽ നിന്നും താഴെ നിന്നും മേലോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 10.5 എടുത്തില്ലേ, അത് മാർക്ക് ചെയ്യാനായിട്ട് മേളിൽ നിന്നും താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക്. എവിടെയാണോ 1 തുടങ്ങുന്നത് അവിടെ നിന്ന് 3 ഇഞ്ച് താഴെ നമ്മൾ ചുമ്മാ ഒരു ലൈൻ കൊടുക്കാം. ആദ്യം നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ലീവ് ലെങ്ത്ത്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഒരു 3 ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ട് ആ 3 ഇഞ്ചിൻ്റെ അവിടെ നമ്മളിങ്ങനെ തുണി ടേപ്പ് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ കൈക്കുഴി നോക്കിയപ്പോൾ 10.5 എന്ന് പറഞ്ഞില്ലേ, ആ 10.5 ഇവിടെ മാർക്ക് ചെയ്യാം. മനസ്സിലായി? നമ്മൾ അളവെടുത്തല്ലോ നമ്മുടെ ബോഡിയിൽ കൈക്കുഴിയുടെ അവിടെ നിന്ന് അളവെടുത്തപ്പോൾ എത്രയാണ്, അതായത് നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്നും കൈക്കുഴിയുടെ അളവെടുത്തപ്പോൾ 10.5 വന്നു. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈയിൻ്റെ റൗണ്ട് നമ്മൾ എങ്ങനെയാണെന്നറിയോ? അതായത് നമ്മൾ 10.5 ആം ഹോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് അതിൽ നിന്നും 2 ഇഞ്ച്, എല്ലാവർക്കും 2 അല്ലെങ്കിൽ 1.5 കുറയ്ക്കാം. 2 ഇഞ്ച് കുറച്ചോളൂ. 2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 10.5 എന്നുള്ളത് 8.5 ആവും. അപ്പം നമുക്കത് കറക്റ്റായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. കണ്ടോ? അപ്പം നമുക്ക് നോക്കിക്കേ. അപ്പോൾ 8.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8.5-യിൽ നിന്നും 10.5-യിലോട്ട് നമ്മൾ ചരിച്ച് വരച്ചു കൊടുക്കുക. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ അതൊരു ഇത്തിരി സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ സ്ലീവ് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ സ്ലീവ് തുടങ്ങുന്ന മേലെയാണ്. അപ്പം മേലെ ഏറ്റവും മേലത്തെ ലൈനിൽ നിന്നാണ് സ്ലീവ് തുടങ്ങുന്നത് ഇത്. അപ്പം ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. എല്ലാവർക്കും 3 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് ആ 3-ൽ നിന്നും ഇങ്ങനെ ചരിച്ചൊരു കാറ് പോലെ നമ്മൾ ഇതിലോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് നൈറ്റിയുടെ കേട്ടോ. നൈറ്റിയുടെ സ്ലീവ് നമുക്ക് ഇതിനിപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. ഇനി ലെങ്ത്തൊക്കെ കൂട്ടണമെങ്കിൽ ബാക്കി തുണിയൊക്കെ എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇരട്ടി പണിയാണ്. പക്ഷേ മെയിനായിട്ട് നമുക്ക് കടയിൽ നിന്നും കിട്ടണം ഇതുപോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തതിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും. നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ സ്റ്റിച്ചിങ് കാണാം.